യെസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിപ്രഷന്റെ ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിൽ ഇതേപോലെ പിക്ചർ ഓൾറെഡി തന്നിട്ടുണ്ടാവില്ല. ഞാൻ എന്തിനാണ് പിക്ചർ വരച്ചത്? എനിക്ക് ഇവിടെ വരക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഓൾറെഡി പിക്ചർ വരച്ചാണ്. എങ്ങനെ വരക്കുക എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. എ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ മാന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ഹൈറ്റ്? 1.8. ഇവിടെ നല്ല ടെസ്റ്റ് ഉണ്ട്. സ്റ്റാൻഡ്സ് ഓൺ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 25 മീറ്റർ എന്ന് പറഞ്ഞാലേ 25 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ 1.8 മീറ്റർ ഉള്ള ഒരാൾ നിൽക്കുകയാണ്. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട്. ഇതെന്താണെന്നറിയോ? ലൈറ്റ് ഹൗസ് ആണ്. ഈ ലൈറ്റ് ഹൗസിന് എത്ര ലെങ്ത് ഉണ്ട്? എത്ര നീളമുണ്ട്? 25. ഇതിന്റെ മുകളിൽ ആര് നിൽക്കുകയാണ്? ഒരു മാൻ നിൽക്കുകയാണ്. ആ മാൻ എത്രയാണ്? 1.8. ഇതുവരെ മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. മെല്ലെയാണ് പറഞ്ഞിരുന്നത്. ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഇതെന്താ മക്കളെ? ഇതെന്താണ്? ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ എന്താ ഉള്ളത്? മാൻ. ലൈറ്റ് ഹൗസും മാനും വരക്കുമ്പോ ലൈറ്റ് ഹൗസ് ആയിരിക്കും സാധാരണ വലുത്, അല്ലേ? അല്ലാതെ മാൻ വലുതാവുമോ? അപ്പൊ കോമൺ സെൻസ് ഉപയോഗിച്ച് ലൈറ്റ് ഹൗസ് വലുത് വരക്കുക, മാൻ എന്ത് വരക്കുക? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഇതിന്റെ മുകളിലാണെന്ന്. സ്റ്റാൻഡ് ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. മെഷർമെന്റ് എഴുതി വെക്കുകയാണ് ഞാൻ. ലൈറ്റ് ഹൗസിന്റെ എത്ര മെഷർമെന്റ്? 25. മാൻ എത്രയാണ്? 1.8. ഇതുവരെ മനസ്സിലായോ? സി എ ഷിപ്പ്. ഷിപ്പ് ഇവിടെയാണോ ഉണ്ടാവുക? താഴെയാണോ ഷിപ്പ് ഉണ്ടാവുക? താഴെ. ഇതാണ് കോമൺ സെൻസ്. ആകാശത്തിലൂടെ അല്ല ഷിപ്പ് പോവുക, താഴെക്കടെയാണ് ഷിപ്പ് പോവുക. ഷിപ്പ് എപ്പോഴും താഴത്തെ വരക്കേണ്ടത്. മനസ്സിലായോ? സോ ഞാൻ ഈ ഷിപ്പിന് ഏത് ഡിഗ്രിയിലാണ് നോക്കുന്നത്? 35. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്കാ നോക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വരച്ചാലും ആദ്യം വരക്കേണ്ടത് സ്ട്രെയിറ്റ് വ്യൂ. ഇപ്പൊ വരച്ച വ്യൂവിനെ പറയുന്ന പേരാണ് എന്ത്? സ്ട്രെയിറ്റ് വ്യൂ. ഈ വ്യൂവിനെ പറയുന്ന പേരാണ് എന്ത്? ലോവർ വ്യൂ ആണ്. അവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതുവരെ ഓക്കെ ആണോ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ ഉണ്ടോ ഷിപ്പ്? ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ കറക്റ്റ് ആയി വരക്കുന്നുണ്ട്. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 55. എങ്ങനെ 55 ആയത്? ടോട്ടൽ എത്ര വരണം? 90. ഈ ഫിഗർ ആണ് ഇപ്പൊ ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് വരച്ചു വെച്ചത്. ഓക്കെ ആണോ? ഫിഗർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം. ക്വസ്റ്റ്യനിൽ ഒരു 2 ലൈൻ ഇംഗ്ലീഷ് തന്നിട്ടുണ്ടാവും. ആ ഇംഗ്ലീഷ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ പിക്ചർ വരക്കുക. സെറ്റാണോ? പറടാ. ഓക്കെ ആണോ? യെസ്. ഇനി നേരെ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ചെയ്യുന്നത് നേരെ നോക്കിക്കോളൂ. ഇത് എത്ര ഡിഗ്രിയാ? 55. ഇത് ടോട്ടൽ ഞാൻ എഴുതുന്നത് 26.8. എങ്ങനെയാണ് ഇത് 26.8 ആയത്? അവിടെ 25 ഉണ്ട്, 1.8 ഉണ്ട്. കത്തിയോ? ഒരു 25 ഉണ്ട്, പിന്നെ അവിടെ വേറെ ഒന്നുണ്ട്, ഒരു 1.8 ഉണ്ട്. ഇവിടെ ഒരു 1.8 ഇല്ലേ? ഇവിടെ 25 ഇല്ലേ? ടോട്ടൽ 26.8. ഈ 55ന് ഓപ്പോസിറ്റ് കാണണം. ഓപ്പോസിറ്റ് ഫൈൻഡ് ചെയ്യണം. എന്റെ കൂടെ എഴുതിക്കോളൂ. ഓപ്പോസിറ്റ് ഫൈൻഡ് ചെയ്യണം. എന്ത് തന്നിട്ടുണ്ട്? എടാ എന്ത് തന്നിട്ടുണ്ട്? ഈ 55ന്റെ എന്താ തന്നിട്ടുള്ളത്? അഡ്ജസന്റ്. ക്ലിയർ ആണോ? 55ന് ഓപ്പോസിറ്റ് തന്നു, അഡ്ജസന്റ് തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? ഓപ്പോസിറ്റും അഡ്ജസന്റും ഉള്ള ഇക്വേഷൻ ഏതാണ്? ടാൻ. സോ എന്റെ കൂടെ ചെയ്തോളൂ. ടാൻ 55 എഴുതിക്കോളൂ. ടാൻ 55. എന്താണ് ടാന്റെ ഇക്വേഷൻ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് അവിടെ നിന്ന് വായിച്ചു നോക്കി. എന്താണ് ഓപ്പോസിറ്റ്? HS അല്ലേ ഓപ്പോസിറ്റ്? അല്ലടാ. സോ എഴുതിക്കോളൂ. HS by. I know.
HS by adjacent. What is adjacent? Right. What is adjacent? 26.8. 26.8. Then all of you know cross multiplication. Cross multiplication അറിയില്ലേ? അറിയില്ലടാ. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ? HS ഇൻറ്റു ആരുമില്ല എന്തെഴുതും? HS. tan 55 ഇൻറ്റു ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 26.8. tan 55 നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എത്രയാണ്? 1. എത്ര ഇവിടെ തന്നിട്ടുണ്ടാവും? 1.42 ഇൻറ്റു 26.8 എന്ന് കിട്ടും. സോ അത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതായിരിക്കും ഇതിന്റെ ആൻസർ. 38 പോയിന്റ് സംതിങ് ആണ് കിട്ടുക തോന്നുന്നു. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. യെസ്, വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിപ്രഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമിന് എല്ലാ വർഷവും ഡിപ്രഷന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.